ശ്രീ ജലീൽ പുനലൂർ, അങ്ങ് നേരത്തെ 2 തവണ സംസാരിക്കുന്ന ഘട്ടത്തിലും ഈ SDPI പറ്റി എടുത്തെടുത്ത് പറയുന്നതുകൊണ്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇപ്പോൾ മഴിയൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ SDPI ജയിച്ചിരിക്കുന്നു. അവിടെ CPMന് ലഭിച്ചിരിക്കുന്ന 7 വോട്ടുകൾ മാത്രമാണ്. ഇന്നിപ്പോൾ പല മാധ്യമങ്ങളും ആ വാർത്ത എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നലെ വൈകിട്ട് കോഴിക്കോട് ഈ ഭീകര സംഘടനയായിട്ടുള്ള SDPIയുടെ സംസ്ഥാന നേതാക്കൾ വാർത്താസമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പിന്തുണ CPMനാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ മോഡൽ ആവർത്തിക്കുമെന്ന സന്ദേശവും SDPIക്കാർ നൽകുന്നുണ്ട്. ശ്രീ ജലീൽ പുനലൂർ, അങ്ങേക്ക് പ്രതികരിക്കാം. SDPIയുടെ നേതാക്കൾ എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന്റെ നയമല്ല. ഇടതുപക്ഷം കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI, BJP ഇത്തരം ചിദ്രശക്തികളുമായി യാതൊരു നിലയ്ക്കുമുള്ള രാഷ്ട്രീയ ബന്ധവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവില്ല. താങ്കളൊരു കാര്യം ഓർക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേവലം കുറച്ച് വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയോ ആൾക്കൂട്ടത്തെ കണ്ടിട്ടോ രൂപീകരിക്കപ്പെട്ട ഒരു മുന്നണിയോ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് ആ നിലയിൽ നിലപാട് രൂപപ്പെടുത്തുന്ന ഒരു പാർട്ടിയോ ഒന്നുമല്ല. അത് BJPയുടെ പ്രതിനിധിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാകിസ്ഥാനിലെ മതമൗലികവാദികൾ കൊന്നൊടുക്കുന്ന ന്യൂനപക്ഷം, പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, അവർക്ക് വേണ്ടി കറാച്ചി തെരുവീതികളിൽ പ്രകടനം നടത്തുന്നത് ചെങ്കൊടി പിടിച്ച പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ കൊന്നൊടുക്കുന്ന നിരപരാധികളായ അവിടുത്തെ ന്യൂനപക്ഷം, അത് ഞാൻ പറയണ്ടല്ലോ, ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് ചെങ്കൊടി എന്ന് നിൽക്കുന്നത്. ടെല്ലവീവിന്റെ തെരുവേദികളിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ഹിംസയ്ക്കെതിരായിട്ട് പോരാടുന്നത് ഇസ്രായേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അല്ല, ബംഗ്ലാദേശിലെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒന്നും ഇവിടെ CPM ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നിങ്ങൾ ഇടപെടാറുണ്ട്. അല്ല, പാലസ്തീനെ ഇന്ത്യ ഇടപെടുന്നുണ്ടല്ലോ. ഇന്ത്യ പാലസ്തീൻ അനുകൂലമായിട്ട് അല്ല, ഈ ബംഗ്ലാദേശിൽ കമ്മ്യൂണിസ്റ്റുകാരെ ജമാഅത്തുകാർ കൊല്ലുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അതിനെപ്പറ്റി പോളിറ്റ് ബ്യൂറോയുടെ ഒരു പരാമർശം താങ്കളൊന്ന് കാണിച്ചു തരാമോ? താങ്കൾ പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നിട്ടുണ്ട്. പക്ഷെ അതിനെ തള്ളിക്കളയുന്ന പോളിറ്റ് ബ്യൂറോയുടെ ഒരു വരി പ്രസ്താവന താങ്കളൊന്ന് കാണിച്ചു തന്നെ. അത് ജനൻ TVയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അത് കാണാത്തത്. അല്ല, ഒന്ന് കാണിച്ചത് അങ്ങനെ ഒന്ന് കാണിച്ചു. താങ്കൾക്ക് അത് കാണാൻ സാധിക്കും. ചോദിച്ചാൽ അത് ഞാൻ കൃത്യമായിട്ട് തരാം. ഇത്തരം വിഷയങ്ങളിൽ, ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട്. കറാച്ചി തെരുവീതികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടനം നടത്തുന്ന എത്ര ഫോട്ടോ താങ്കൾക്ക് വേണം? ബംഗ്ലാദേശ് തെരുവീതികളിൽ പോരാടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എത്ര പേരണം അറിയണം? അല്ല, ആ പോരാട്ടത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ എന്താ ഉപയോഗിക്കാത്തെ? അല്ല, അങ്ങ് ഞാൻ സമ്മതിക്കുന്നു, അവിടെ നിങ്ങൾ പോരാടുന്നുണ്ടായിരിക്കും, അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെങ്കിൽ ആ പോരാട്ടത്തിന്റെ ചിത്രങ്ങൾ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നില്ലല്ലോ. എന്താ ഉപയോഗിക്കാതെ? തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എവിടെ ഉപയോഗിക്കുന്നു? BJPക്കാർക്ക് അത് കാണാൻ സാധിക്കാത്തതാ. ഈ നാട്ടിലെ ജനാധിപത്യത്തിലും മനുഷ്യാവകാശത്തിലും വിശ്വസിക്കുന്ന എല്ലാ ആളുകളും ആ വിഷയത്തിൽ മർദ്ദിത ജനപക്ഷത്തോട് പക്ഷം കൂടാതെ, വോട്ട് ബാങ്ക് നോക്കാതെ നിലപാടിന്റെ പേരിൽ നിലയുറപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നൊരു കാര്യം, ഞങ്ങൾ ഇവിടെ നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ കക്ഷികളെയൊന്നുമല്ല, വൻകിട സ്രാവുകളെയാണ്. ജനൻ TV അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് ആഘോഷിച്ചതാ സ്വാമിയെ അയ്യപ്പോ സ്വാമി എന്ന് എന്റെ 4 വയസ്സ് മുതൽ ഞാൻ കേട്ടു തുടങ്ങിയ ഒരു അയ്യപ്പ ഭക്തവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പുറത്തെ സമുദായമാണെങ്കിലും ആ പാട്ടിനെ പോലും, ഭക്തിഗാനത്തെ പോലും ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ പാട്ടിറക്കിയത്. ആ പാട്ടും കൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുമ്പിൽ ഇന്നലത്തെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുടെ MPമാരെയും കൂടെ കൂട്ടിക്കൊണ്ട് UDFന്റെ കൺവീനർ പോയിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ആരൊക്കെയാണ്? അല്ല, അതൊക്കെ ജയിലിൽ ഇട്ടതാരാ? ജയിലിൽ കിടക്കുന്ന ആരൊക്കെയാണ്? ജയിലിൽ കിടക്കുന്ന ആരൊക്കെയാണ്? സർക്കാരാണ് ഇട്ടത്. അതാ പറഞ്ഞേ, ഇടതുപക്ഷ സർക്കാരാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി ഇടപെട്ടിട്ടല്ല. അല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണം അവിടെ ദശാബ്ദങ്ങളായിട്ടുള്ളതാ. കൃത്യമായി ഇടതുപക്ഷ സർക്കാരിന്റെ ആർജവത്വം കൊണ്ടാണ് ഈ കള്ളന്മാർ ഉള്ളിൽ പോയത്. അത് ഞങ്ങളുടെ നിലപാടാണ്. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ ജലീൽ, യുവരാജ് ഗോകുൽ, ഈ ചർച്ച അങ്ങേക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ രീതിയിലുള്ള ക്രോസ് വോട്ടിങ്ങുകൾ, അതോടൊപ്പം തന്നെ ഈ അന്തർധാരയിൽ സജീവമാകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഓവർകം ചെയ്യുക? കാരണം ഇന്ന് തന്നെ BJPയുടെ ചില സംസ്ഥാന ഉപാധ്യക്ഷൻ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന കാര്യം, ഈ ഷൊർണൂർ, ഒറ്റപ്പാലം തുടങ്ങിയ മുനിസിപ്പാലിറ്റികളൊക്കെ BJP പരാജയപ്പെടാൻ കാരണം ഈ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് ആണെന്നുള്ളതാണ്. അല്ല, അവർ അത് നോക്കൂ. ഇപ്പം 1998 ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ? അതിനു മുമ്പ് ഇത് തന്നെയായിരുന്നു ഇന്ത്യയിൽ മൊത്തത്തിലുള്ള അവസ്ഥ. പക്ഷേ കാലാകാലങ്ങൾ കൊണ്ട് ഭാരതത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ബോധ്യമുണ്ടായി. എന്താണ്?
ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ തടയുവാൻ വേണ്ടി അല്ലെങ്കിൽ വിജയത്തെ തടയുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ പലരും പല അവിശുദ്ധ സഖ്യങ്ങളും ഉണ്ടാക്കി തടയുന്നുണ്ടെന്നുള്ള കാര്യം. ഇതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അനീഷേട്ടൻ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാകും. ഈ പറയുന്ന രണ്ട് കക്ഷികളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടാകും. അപ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വോട്ട് മറിക്കൽ, ഈ വോട്ട് മറിക്കുക എന്ന് പറയുന്നത് വോട്ടെല്ലാം കൂടി നമ്മൾ ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും കേഡർ വോട്ടെന്ന് പറയുന്നത് എത്രയാണ് ഉണ്ടാവുക? അവർക്കിപ്പോൾ ആകെ മൊത്തത്തിൽ ലഭിക്കുന്നതിൻ്റെ ഒരു 20%, 30% ഒക്കെ ആയിരിക്കും പ്രോപ്പർ കേഡർ വോട്ടെന്ന് പറയുന്നത്. ബാക്കി അനുഭാവികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ജനങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണല്ലോ ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ആ കേൾക്കുന്ന ജനങ്ങളുടെ വോട്ട് എന്ന് പറയുന്ന കാര്യമുണ്ട്. അവരെ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കുക. അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കലി ഈ പറയുന്ന ക്രോസ് വോട്ടിങ്ങിനെ ഏത് തലത്തിൽ തടയാമെന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ സ്ട്രാറ്റജി ഉണ്ടാക്കുക. രാഷ്ട്രീയം മുമ്പോട്ടല്ലേ പോകുന്നത്, പുറകിലേക്ക് പോകുന്ന കാര്യമല്ലോ, മുമ്പോട്ട് പോകുന്ന കാര്യമല്ലേ. തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും തീർച്ചയായിട്ടും തന്നെ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ.